ഈ ആന്തോളജി മൂവിയുടെ ട്രെയിലർ ലോഞ്ച് നടക്കുമ്പോൾ അതിൻ്റെ ആ ട്രെയിലർ ലോഞ്ച് ആ സിനിമയുടെ മുഴുവൻ ടോട്ടൽ പേരെന്ന് പറയുന്നത് മനോരഥങ്ങൾ എന്നാണ്. ആ വേദിയിൽ രണ്ടുപേർക്ക് മനോവേദനയുണ്ടായി എന്നുള്ളതാണ്. മനോവേദനയുടെ രഥമാണ് അവിടെ ഉരുണ്ടത് എന്നുള്ളതാണ് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. രമേശ് നാരായണന് മൊമെൻറ്റോ നൽകുന്നതിനായിട്ട് ആസിഫ് അലിയെ ക്ഷണിക്കുന്നു. ആസിഫ് അലി പുഞ്ചിരിച്ചു കൊണ്ടുവരുന്നു. അതേ പുഞ്ചിരി അതേപോലെ ഇല്ല എങ്കിൽ പോലും ആ പുഞ്ചിരി നിലനിർത്താൻ ആസിഫ് പണിപ്പെട്ട് ശ്രമിക്കുന്നതാണ് ആ ദൃശ്യങ്ങളിൽ ഞാൻ കണ്ടത്. അത് കണ്ടപ്പോൾ എനിക്കും ഒരു മനോവേദന തോന്നി. കാരണം ആസിഫ് അലി എന്ന് പറയുന്ന ഒരു കലാകാരനെ 10-15 വർഷമായി നമുക്ക് മലയാളിയുടെ മുന്നിൽ വളർന്നു വന്ന കലാകാരനാണ്. ഒരു സൂപ്പർ താര പരിവേഷമൊക്കെ നൽകി നമ്മൾ അങ്ങനെ കൊട്ടിപ്പാടുന്നില്ല എങ്കിൽ പോലും ആസിഫ് അലി ആളുകൾക്ക് ഇഷ്ടമുള്ള ഒരു കലാകാരനാണ്. ആ രീതിയിൽ ആസിഫ് ആ പുരസ്കാരം നൽകാനായി വരുമ്പോൾ ആസിഫിനോട് കാണിച്ച സമീപനം, അതിപ്പോൾ രമേശ് നാരായൺ മാപ്പ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കലയെ നമ്മൾ അനാദരിക്കുന്നു അല്ലെങ്കിൽ അതിനെ നമ്മൾ വിമർശിക്കുന്നുമില്ല. പക്ഷേ അദ്ദേഹം കാണിച്ച അദ്ദേഹത്തിൻ്റെ ആക്ട് നമുക്ക് ഒരു വേദിയിൽ അല്ല, ഒരു സദസ്സിന് മുന്നിൽ വെച്ചാണ് അത് സംഭവിക്കുന്നത്. ഈ സദസ്സിലേക്ക് ഉപഹാരം നൽകുന്നതിനായി വിളിക്കുമ്പോഴാണ് ഈ വരുന്നതും. അതിനുശേഷം സംവിധായകൻ ജയരാജിനെ വിളിക്കുന്നു. എന്നിട്ട് ജയരാജിൻ്റെ കയ്യിലേക്ക് ഈ മൊമെൻറ്റോ കൊടുത്തതിന് ശേഷം ആ മൊമെൻറ്റോ ജയരാജിൽ നിന്ന് തിരിച്ച് പിടിച്ചു കൊടുക്കുന്നു. അതായത് പേര് കാണുന്ന MTയുടെ ചിത്രമൊക്കെയുള്ള മൊമെൻറ്റോ ആണ് എന്ന് കാണുന്ന രീതിയിൽ ചിത്രത്തിനായി പോസ് ചെയ്യുന്ന രമേശ് നാരായണനെയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ അവതാരക വിളിച്ചതാരെയാണ്? ആസിഫ് അലിയാണ്. ആസിഫ് അലി രമേശ് നാരായൺ തമ്മിലാണ് അങ്ങനെ ഒരു ചിത്രമെടുപ്പ് നടന്നിരുന്നതെങ്കിൽ അത് എത്രത്തോളം നല്ല ഒരു കാഴ്ചയാകുമായിരുന്നു. കാരണം നൽകുന്നയാളുടെ വലിപ്പം നോക്കിയാണ് ഉപഹാരത്തിൻ്റെ വലിപ്പം തീരുമാനിക്കുന്നത് എന്ന ഒരു സന്ദേശം ആ സദസ്സിൽ നിന്ന് പുറത്തേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ആ ഉപഹാരത്തിൻ്റെ വലിപ്പമായിരുന്നു രമേശ് നാരായൺ എന്ന പ്രതിഭ മനസ്സിലാക്കേണ്ടിയിരുന്നത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. രമേശ് നാരായണൻ്റെ വിശദീകരണം ഇപ്പോൾ നമ്മുടെ പ്ലാറ്റ്ഫോമിലും മറ്റ് പ്ലാറ്റ്ഫോമുകളിലും എല്ലാം വന്നു. എല്ലാ വിശദീകരണത്തിലും അദ്ദേഹം പറയുന്നത് ആസിഫ് അലിയിലേക്ക് എൻ്റെ നോട്ടം കേന്ദ്രീകരിക്കാൻ, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ എനിക്ക് പറ്റിയില്ല. സംവിധായകൻ ജയരാജിൻ്റെ മ്യൂസിക് ഡയറക്ടറാണല്ലോ. സംവിധായകൻ ജയരാജിൻ്റെ സ്വർഗം തുറക്കുന്ന സമയം, ആ സിനിമയുടെ ഈ ആന്തോളജിയിൽപ്പെട്ട സ്വർഗം തുറക്കുന്ന സമയം എന്ന സിനിമയുടെ സംഗീത സംവിധായകനാണ് രമേശ് നാരായൺ. അപ്പോൾ ആ സിനിമയുടെ സംവിധായകൻ കൂടെ വേണമെന്ന ആഗ്രഹമുള്ളത് കൊണ്ട് താൻ കൈയാട്ടി വിളിക്കുകയായിരുന്നു. പക്ഷേ പുരസ്കാരം കൊണ്ടുവന്ന ആളെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത്? അയാൾ ആ സദസ്സിൽ അത്രയും ആളുകൾ അവിടെ ഇരിക്കുന്നുണ്ട്, അവരുടെ മുന്നിൽ വെച്ച് അപമാനിതനായി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ആ ദൃശ്യത്തിൽ നിന്ന് എനിക്കങ്ങനെയാണ് മനസ്സിലായത്. ആ സദസ്സിന് മുന്നിൽ ആസിഫ് അലിക്ക് ക്ഷണിച്ചതിന് ശേഷമാണ് ആസിഫ് ആ പുരസ്കാരം കൊടുക്കാൻ വരുന്നത്. വോളണ്ടറിലി ഏറ്റെടുത്ത ഒരു പുരസ്കാര ദാനമൊന്നുമല്ല. ആസിഫിനെ ക്ഷണിക്കുന്നു, ആ ക്ഷണിച്ചതിന് ശേഷം വരുന്നു. ഇത്രയുമാണ് നമ്മൾ വീഡിയോയിൽ കണ്ടത്. ഈ വീഡിയോ എല്ലാവരും കണ്ടു, എന്താണ് നടന്നതെന്ന്. ഇനി അതല്ല ഇതല്ല, ഞാൻ വിചാരിച്ചത് അതാണ്, ഞാൻ ഉദ്ദേശിച്ചത് അതാണ് എന്നൊക്കെ അദ്ദേഹം വിശദീകരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗം നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. പക്ഷേ സംഭവിച്ച കാര്യം അത് ആ ദൃശ്യമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നുമുണ്ട്. ഇതിൽ കാണേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് ആസിഫ് അലി ആണോ ആദ്യം അപമാനിതനായത് എന്ന ചോദ്യം. അതിലേക്കാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ആസിഫ് അലിക്ക് മുമ്പേ രമേശ് നാരായണൻ അവിടെ അപമാനിതനാകുന്നുണ്ട്. അതുകൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വർഗം തുറക്കുന്ന സമയം, ഈ ആന്തോളജി സീരീസിലെ ജയരാജിൻ്റെ സിനിമയുടെ സംഗീത സംവിധായകൻ എന്ന രീതിയിൽ ആ വേദിയിലേക്ക് വിളിച്ച് ആദരിക്കേണ്ട ആളായിരുന്നു രമേശ് നാരായൺ. കാരണം മറ്റ് സിനിമകളുടെയൊക്കെ മ്യൂസിക് ഡയറക്ടേഴ്സിനെ ഇതേപോലെ വേദിയിൽ ആദരിച്ചിട്ടുണ്ട്. പക്ഷേ രമേശ് നാരായണനെ ആദരിച്ചിട്ടില്ല. വിട്ടുപോയപ്പോൾ എന്ത് ചെയ്തു? MTയുടെ മകൾ, MT സാറിൻ്റെ മകൾ അശ്വതിയെ വിളിക്കുന്നു. അശ്വതിയോട് പറയുന്നു, എന്നെ മറന്നുപോയോ, ഞാനും ഈ സിനിമയുടെ ഭാഗമായിരുന്നില്ലേ എന്നുള്ളത് അശ്വതിയോട് പറയുന്നു. അങ്ങനെയാണ് അവതാരകയോട് അശ്വതി പറയുന്നതും അവതാരക അനൗൺസ് ചെയ്യുന്നതും ആസിഫ് അലി വരുന്നതും പിന്നീട് നമ്മൾ കണ്ട സീൻ ഉണ്ടാകുന്നു. അപ്പോൾ രമേശ് നാരായൺ ഹർട്ടായി നിൽക്കുകയായിരുന്നു എന്നുള്ളത്, അതായത് അദ്ദേഹത്തിൻ്റെ ആ സമയത്തെ വികാരം എന്തായിരുന്നു എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹം ചെയ്ത ആക്ടിനെ ഞാൻ ഒട്ടും തന്നെ യോജിക്കുന്നില്ല, അതിനെ ഞാൻ അംഗീകരിക്കുന്നില്ല. അത് ചെയ്തത് തെറ്റാണ് എന്ന അഭിപ്രായത്തിൽ ഊന്നിക്കൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നതും. അതിൽ ജയരാജ് ഒപ്പം വേണമെന്ന ആഗ്രഹത്തെക്കാളും പ്രധാനം ആസിഫിനോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതിന് തന്നെയാണ്. അപ്പോൾ ആങ്കർ പേര് വിളിച്ചത് എങ്ങനെയാണ്? ശ്രീ സന്തോഷ് നാരായണൻ സാറിന് ആസിഫ് അലി ഒരു സമ്മാനം തരുന്നതായിരിക്കും, ഒരു മൊമെൻറ്റോ നൽകി ആദരിക്കുകയാണ്. അങ്ങനെയായിരുന്നു ആങ്കറുടെ അനൗൺസ്മെൻറ്റ്. അത് വീണ്ടും ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കത് കേൾക്കാൻ കഴിയും. അപ്പോഴാണ് ആസിഫ് അലി എഴുന്നേറ്റ് വരുന്നതും ഈ പുരസ്കാരം കൊടുക്കാനായി ശ്രമിക്കുന്നത്. എവിടെ വെച്ചാണ്? വേദിയിൽ വെച്ചല്ല, വേദിക്ക് താഴെയാണ്. വേദിയിൽ നിന്നാണ് അത്രയും കലാകാരന്മാർ അവിടെ ആദരിക്കപ്പെട്ടത്. പക്ഷേ രമേശ് നാരായണന് കൊടുക്കുന്നത് സദസ്സിൽ വെച്ചാണ്, സദസ്സിന് മുന്നിൽ വെച്ചാണ്. അതായത് കൊടുത്തുവെന്ന് വരുത്തുകയാണ്. അവിടെ അദ്ദേഹം എന്ന കലാകാരൻ, ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനായ രമേശ് നാരായൺ അപമാനിക്കപ്പെട്ടിട്ടുണ്ട് എന്ന വസ്തുത കൂടി നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. പിന്നെ അവതാരക പേര് മാറ്റി പറയാനും മാത്രം അത്രയ്ക്ക് അറിയപ്പെടാത്ത ഒരു വ്യക്തിയല്ല എന്നുള്ളതും ഒരു വസ്തുത തന്നെയാണ്. തിരക്കിൽ പറ്റിപ്പോയതായിരിക്കാം, അല്ലെങ്കിൽ അശ്വതി പറഞ്ഞപ്പോൾ, രമേശ് നാരായണൻ എന്ന് പറഞ്ഞപ്പോൾ അവതാരകയ്ക്ക് അത്രയ്ക്ക് അറിയാത്തത് കൊണ്ട് അവർ കേട്ടത് സന്തോഷ് എന്നായിരിക്കാം. പക്ഷേ സന്തോഷ് നാരായണൻ എന്ന് അനൗൺസ് ചെയ്യുന്നത് ഞാൻ കേട്ടു. അത് ശരിയായില്ല എന്ന ഒരു അഭിപ്രായം കൂടി എനിക്കുണ്ട്. ഇനി ആസിഫ് അലി രമേശ് നാരായൺ വിവാദത്തിൽ അമ്മ എടുത്ത നിലപാടാണ്. അമ്മ എന്ന അഭിനേതാക്കളുടെ സംഘടന സ്വാഭാവികമായും ആസിഫ് അലിയുടെ കൂടെയാണ് നിൽക്കുക. ആട്ടിയകറ്റിയ ഗർവിനോട് നീ ചിരിച്ച ചിരിയാണ് യഥാർത്ഥ സംഗീതം. ആ പറഞ്ഞ വാചകത്തിൽ ആട്ടിയകറ്റിയ ഗർവ് എന്ന് പറയുന്നത് രമേശ് നാരായണൻ്റെ ആക്ടിനെയാണ്. അത് തന്നെയാണ് അമ്മയുടെ ഒഫീഷ്യൽ വേർഷൻ എന്നുള്ളത് സിദ്ദിഖ് തന്നെ വ്യക്തമാക്കുന്നു.
അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാ പേജിലടക്കം ഉടൻ തന്നെ ഇത് പ്രത്യക്ഷപ്പെടുന്നുമുണ്ട്. ഇവിടെ രമേശ് നാരായൺ കാണിച്ച മാപ്പ് പറയാനായിട്ടുള്ള ഒരു മനസ്സ് അതുകൂടി നമ്മൾ കണക്കിലെടുക്കണം. അതുകൊണ്ട് ഈ വിവാദം ഇനി തുടർന്ന് പോകുന്നത് കൊണ്ട് എനിക്ക് തോന്നുന്നില്ല ആസിഫിനി ഇപ്പോൾ ഈ വിവാദത്തിൽ പിടിച്ചുകൊണ്ട് ഇത് മറ്റു രീതിയിലുള്ള ഒരു അപമാനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ അവിടെ രണ്ടുപേരും അപമാനിതരായിട്ടുണ്ട്. രമേശ് നാരായൺ അവിടെ ആസിഫിനോട് കാണിച്ചത് ശരിയായില്ല എന്നത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒരു കലാകാരനാണ്, ഒരു കലാകാരൻ മറ്റൊരു കലാകാരനെ ഒരു കാരണവശാലും അപമാനിക്കാൻ പാടില്ല. ഉപഹാരത്തിനാണ് വലിപ്പം തരുന്ന വ്യക്തിയെക്കാളും. അത് മനസ്സിലാക്കി MTയുടെ പേരിലുള്ള ഉപഹാരമാണ് എന്ന ഒരു മാനസികമായ വലിപ്പം അദ്ദേഹം കാണിക്കണമായിരുന്നു. അതാണ് അദ്ദേഹത്തിൽ നിന്ന് കേരളം പ്രതീക്ഷിച്ചത് എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. ശരി. Meet the editors.